Hello my dear friends, welcome to SciPro. നമുക്ക് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ഒരു മോഡൽ എക്സാമിനേഷൻ എഴുതാം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത. ഒരു 95% അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 99.9% സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. നമുക്ക് റീസെൻ്റായിട്ട് PSCയുടെ നടന്ന എക്സാമിനേഷൻസിലൊക്കെ എങ്ങനെയായിരുന്നു, എല്ലാത്തിനും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, FSOയുടെ എക്സാമിനേഷൻ അതൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനാണ് അല്ലേ, ബേസിക് ക്വാളിഫിക്കേഷൻ അതിൻ്റെ ഡിഗ്രി ആയിരുന്നു. നമ്മുടെ എക്സാമിനേഷൻ്റെ എന്താണ്, അതായത് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? MSc മൈക്രോബയോളജി അല്ലെങ്കിൽ MSc ബയോകെമിസ്ട്രി അല്ലെങ്കിൽ MSc MLT, ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതായത് ഒരു MSc ലെവൽ എക്സാമിനേഷനാണ് നമ്മുടെ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ. അപ്പോൾ നേരത്തെ PSC കണ്ടക്ട് ചെയ്ത MSc ലെവൽ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് സുവോളജിക്കാർക്ക് എഴുതാൻ പറ്റിയ സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫിസിയോളജി ഒരു എക്സാമിനേഷൻ, നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നല്ല സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എക്സ്ട്രാ, അതായത് സിലബസിൽ ഇല്ലാത്ത ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ആ ഒരു ലെവലായിരിക്കും നമ്മുടെ MSc ലെവൽ എക്സാമിനേഷൻ, അതായത് നമ്മുടെ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിനും ആ ഒരു സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ SO ബയോളജി, അതും ബോട്ടണിക്കാർക്ക് സുവോളജിക്കാർക്കൊക്കെ എഴുതാൻ പറ്റിയത്. അതായത് റീസെൻ്റായിട്ട് നടന്ന MSc ലെവൽ എക്സാമിനേഷൻ അതൊക്കെയാണ്, ഫിസിയോളജിയുടെ, അതുപോലെ തന്നെ SO ബയോളജിയുടെ. പിന്നെ നമുക്ക് നേരത്തെ നടന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് എക്സാമിനേഷൻ, അതും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ എക്സാമിനേഷൻ ആയിരുന്നു. ഓക്കെ, അത് ഒരു കുറച്ച് നാൾ മുമ്പ് നടന്നത് 2022 അല്ലേ, അപ്പോൾ 22-23 നടന്ന എക്സാമിനേഷൻ. അപ്പോൾ അതൊന്ന് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നമ്മുടെ റീസെൻ്റായിട്ട് എത്തി നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ FSO എക്സാമിനേഷൻ ആയിരുന്നെങ്കിൽ നല്ല സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു, അത് ഡിഗ്രി ലെവലായിട്ട് കൂടി. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നല്ല രീതിയിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും. നമുക്ക് എപ്പോഴും കുറച്ച് എക്സാമിനേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ലെവലാകുന്നത് നല്ലതാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എക്സാമിന് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും എപ്പോഴും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് കയറാൻ എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നല്ലത്. നമ്മൾ ഈ മോഡൽ എക്സാമിനേഷൻ എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ഈ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ നേരത്തെ നടന്നത് എന്താണ്, ഒരു 10 ഇയർ ബിഫോർ അല്ലെങ്കിൽ ഒരു 12 ഇയർ ബിഫോർ, ആ ഒരു ടൈമിലായിരുന്നു നേരത്തെ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാമിനേഷൻ നടന്നത്. ആ ഒരു പേപ്പർ നിങ്ങൾക്ക് എടുത്ത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്താണ്, വളരെ സിമ്പിളായിട്ടുള്ള എക്സാമിനേഷൻ ആയിരുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനി ഒരു അടുത്ത വരുന്ന എക്സാമിനേഷൻ നമ്മുടെ ഈ ഒരു ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ അല്ലേ, കാറ്റഗറി നമ്പർ 422, അതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ പണ്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആ മോഡൽ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതുകൊണ്ടൊരു മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെയായിരിക്കും എക്സാമിനേഷൻ എന്ന് അറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയാനേന്ന് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ മോഡൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഡീപ്പായിട്ട് ഓരോ സബ്ജക്റ്റിലും എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കണം എന്ന് മനസ്സിലാവും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ സ്റ്റഡി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ ഈ നമ്മുടെ ഈ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എക്സാമിൻ അല്ലേ, അതിനെ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം, ഏതൊക്കെ ഏരിയ ആയിരിക്കും വരാൻ ചാൻസ്, ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം, ഇനി സിലബസിൽ ഇല്ലാത്ത ഏരിയ ഏതൊക്കെ പഠിക്കണം അല്ലേ. പുതിയ സിലബസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല, പഴയ സിലബസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആ സിലബസിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിന്. അപ്പോൾ നമുക്കൊരു മോഡൽ എക്സാമിനേഷൻ എഴുതാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രശ്നം, സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സമയം തികയില്ല. അതായത് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചെടുത്ത് എഴുതാനും, നമ്മൾ സാധാരണ ഒരു എക്സാമിനേഷൻ നമ്മൾ 1 to 100 വരെ എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് സമയം കിട്ടും. അപ്പോഴായിരിക്കും പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നുകൂടെ വായിച്ച് എഴുതാൻ. അങ്ങനെയുള്ള ഒരു സമയം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് കിട്ടില്ല. ഓക്കെ, കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ തന്നെ അത്യാവശ്യം സമയം വേണം. അപ്പം നിങ്ങൾ മാക്സിമം നമുക്ക് ഡീപ്പായിട്ടുള്ള നോളേജ് ഉണ്ടെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമായിട്ട് എഴുതാം. അതുപോലെ തന്നെ കുറേ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്
പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം, അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഏതൊക്കെ രീതിയിൽ പല കോമ്പിനേഷനിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാം, അതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുകയും വേണം. അപ്പോൾ അതിനാണ് സൈപ്രോ നിങ്ങൾക്ക് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ മോഡൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ PSC ഇതുവരെ എഴുതാത്ത സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും, ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ. അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മുടെ എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്. മാക്സിമം മാർക്ക് എത്രയാണ്? 100 മാർക്ക്. ഓക്കെ, അപ്പോൾ ഓരോ കറക്റ്റ് ആൻസറിനും എത്ര മാർക്കാണ് വരുന്നത്? 1 മാർക്കാണ്. റോങ് ആൻസറിന് ഒരു 1/3 മാർക്കാണ് അതിൽ നിന്ന് കുറയ്ക്കുന്നത്. ഇനി നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് അതിനങ്ങനെ നെഗറ്റീവ് മാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം, അത് എഴുതുക. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര മിനിറ്റാണുള്ളത്? 90 മിനിറ്റ്സ്. എത്ര ക്വസ്റ്റ്യൻ ആണുള്ളത്? 100 ക്വസ്റ്റ്യൻ. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യന് നമുക്ക് മാക്സിമം 1 മിനിറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 80 ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് എടുക്കണം? ഒരു 80 മിനിറ്റ്. ഓക്കെ, ബാക്കി വരുന്ന 20 ക്വസ്റ്റ്യൻ എപ്പോഴും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, 80-20 ആയിരിക്കും വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ 70-30 ആയിരിക്കും വരാനുള്ള ചാൻസ്. അപ്പോൾ ആ ഒരു 20 ക്വസ്റ്റ്യൻ നമുക്ക് വിചാരിക്കുവാണെങ്കിൽ അത് ഈസി ആണെങ്കിൽ അതിന് നമുക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യന് 20 സെക്കൻഡോ അല്ലെങ്കിൽ 30 സെക്കൻഡോ ഓക്കെ അത്രയും മതിയാവും. അപ്പോൾ ആ ഒരു 20 ക്വസ്റ്റ്യൻ നമുക്കൊരു 10 മിനിറ്റ്സ് കൊണ്ട് തീർക്കാം. ഓക്കെ, അപ്പോൾ 80 ക്വസ്റ്റ്യൻ 1 മിനിറ്റ് വെച്ച് നമുക്ക് 80 മിനിറ്റും ബാക്കിയുള്ള 10 മിനിറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ആ 20 ക്വസ്റ്റ്യനും ഈസി ആയിട്ടുള്ള ചെയ്ത് തീർക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് എത്ര എടുക്കണം, ടൈം എടുക്കണം, ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും എക്സാമിനേഷൻ എഴുതുക. എക്സാമിനേഷൻ എഴുതാനായിട്ട് നിങ്ങൾ OMR ഷീറ്റും കൂടി എടുത്ത് വെക്കുക. ഓക്കെ, OMR ഷീറ്റൊക്കെ നിങ്ങൾക്ക് ബുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ OMR ഷീറ്റും കൂടി റെഡിയാക്കിയിട്ട് വേണം എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം, ഓക്കെ, ഓരോ ഇതിനും ടൈമുണ്ട്, അതനുസരിച്ച് തന്നെ ചെയ്തു പോകണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പോസ് ചെയ്ത് എഴുതാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എത്ര ടൈം, ചിലവർക്കൊക്കെ അധികമൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല, ഇത് വായിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ. ഇനി അപ്പുറത്തതൊക്കെ അല്ലേ, നമുക്കെപ്പോഴും മറിച്ച് നോക്കാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. നമ്മൾ മറിച്ച് നോക്കണം, എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ മാറ്റി വാങ്ങാനുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എന്നാലും അതൊക്കെ കാണുമ്പോഴത്തേക്കും എന്തായി ടെൻഷൻ കയറി തന്നെ ബാക്കി വായിക്കണോ, എക്സാമിനേഷൻ എഴുതണോ എന്നൊക്കെയുള്ള സംശയമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാകാതെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണമെന്ന് ഈ ഒരു മോഡൽ എക്സാമിനേഷൻ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. അതുപോലെ തന്നെ സൈപ്രോ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ കോഴ്സ് അവൈലബിൾ ആണ്. കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് 9048900045 നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ഡീപ്പായിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സസ് പഠിക്കുക. അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളും അതുപോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ സൈപ്രോയിൽ എല്ലാ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 40 തൊട്ട് 45% ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 40 മാർക്ക് ഈ എക്സാമിന് സ്കോർ ചെയ്യാൻ നോക്കണം. കാരണം അത്രയും നമ്മളിപ്പോൾ ഡിസംബറിൽ ജോയിൻ ചെയ്ത ബാച്ചിന് അത്രയും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങളൊരു 40 മാർക്കെങ്കിലും ഇതിന് സ്കോർ ചെയ്യാൻ നോക്കണം. ബാക്കി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതനുസരിച്ചായിരിക്കും ക്ലാസ് അസൈൻ ചെയ്ത് തരുന്നത്. പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിയോ കേട്ടോ. അപ്പോൾ 1 മിനിറ്റേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യന്, നിങ്ങളത് ചെയ്ത് തീർക്കുക. പേപ്പർ കാണുന്നില്ല മാം. കാണുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പോ. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് മാം. ഒരു മിനിറ്റ് ആയേ, നോക്കിയല്ലോ അല്ലേ നിങ്ങള്?
ഓക്കെ. Okay. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോട്ടീനിൽ നിന്നുള്ളതാണ്. പ്രോട്ടീൻ വേഗം എഴുതിക്കോ. മാം ഇത് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കാനാണോ? അല്ല, നിങ്ങൾ ആൻസർ ചെയ്ത് പോവുക OMR ഷീറ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തതായിരുന്നേ. ആ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. കഴിഞ്ഞോ? വൺ മിനിറ്റ് Yes. ആകുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അധികം ടൈം എടുക്കണ്ട. ഓക്കെ. ചെറിയ ക്വസ്റ്റ്യന് ചെറിയ ടൈം എടുക്കണം. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ആൻസർ വരുന്നത്, ഇൻകറക്റ്റ് ആണോ ക്വസ്റ്റ്യൻ എന്നൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചോളണം. എപ്പോഴും ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ എഴുതിയെടുക്കുമ്പോൾ കറക്റ്റ് ഒക്കെ ആക്കും. ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളണം. ഡിസ്റ്റർബൻസ് ഉള്ളവർ മ്യൂട്ട് ചെയ്ത് ഇടണേ. ഓക്കെ, 1 മിനിറ്റ് ആയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. ലിപ്പിഡിനെ പറ്റിയിട്ടുള്ളതാണ്. നമുക്കിത് ബയോകെമിസ്ട്രിയിലും മൈക്രോബയോളജിയിലൊക്കെ വരുന്ന ടോപ്പിക് ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഓക്കെ, 1 മിനിറ്റ് ആയേ. ആരുടെയോ മൈക്ക് ഓൺ ആയി കിടക്കുന്നതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ളതാണ്, കുറച്ച് ടൈം എടുക്കുക.
ഓക്കെ, 30 സെക്കൻഡ് മതിയല്ലോ, 40 ആകുന്നു. സ്ട്രക്ചർ കേട്ടോ, നമുക്കിനി അടുത്ത എക്സാമിനൊക്കെ ചിലപ്പോൾ സ്ട്രക്ചർ ഒക്കെ ഉണ്ടാവും. എല്ലാവരും സ്ട്രക്ചർ ഒക്കെ നോക്കിക്കോളണം. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം, എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചിരിക്കാനുള്ള സമയമില്ല ഇത്രയും ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക്, സ്റ്റേറ്റ്മെന്റ്സ്. ഇതിലൊക്കെ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ അറിയാമെങ്കിൽ കൂടി നമുക്ക് ചിലപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് 1 മിനിറ്റിൽ കൂടുതൽ എടുക്കാം, കുറച്ചും കൂടി ടൈം വേണമെങ്കിൽ എടുത്തു നമ്മളെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അധികം ടൈം വേണ്ടല്ലോ, നമ്മുടെ ന്യൂക്ലിക് ആസിഡിൽ വരുന്ന ഏരിയയാണ്. ഓക്കെ, ന്യൂക്ലിക് ആസിഡിന്റെ കഴിഞ്ഞല്ലോ. ഇനി നമ്മുടെ ഗ്ലൈക്കോളൈസിസിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 10ഉം 11ഉം നിങ്ങൾ നോക്കിയോ, ഒന്നിച്ച് നോക്കിയോ കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടേക്ക് കേട്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും. ലെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ, അതും നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ വരുന്നതാണ്.
അതിന് കുറച്ച് ടൈം മതിയല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 12 എടുത്തോ. ഓക്കെ, നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് കേട്ടോ, ആരുടെയോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. 12 കഴിഞ്ഞല്ലോ അല്ലേ? ഒരു 50 സെക്കൻഡ് മതിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ടൈം വേണ്ടതാണ്, നമ്മുടെ ഇമ്മ്യൂണോളജിയിൽ വരുന്നതാണ് കേട്ടോ. ഇമ്മ്യൂണോളജിയും നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം മൈക്രോബയോളജിയിലും വരും, അതുപോലെ തന്നെ പാത്തോളജിയിലും വരും കുറച്ച് ഏരിയ ഒക്കെ. നിങ്ങളെ ക്ലാസ്സിൽ ഡിസംബറിൽ ജോയിൻ ചെയ്ത ആളുകൾ ഒരു 40-45 മാർക്കൊക്കെ മേടിക്കേണ്ടി വരും. കാരണം നമ്മൾ അതൊക്കെ പഠിച്ചു. അതായത് നിങ്ങളിപ്പോ 7th വീക്ക് ടൈം ടേബിൾ ആണ് ഫോളോ ചെയ്യണമെങ്കിൽ അതെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതായത് ഒരു 40 തൊട്ട് 45. ഈ ഇടയ്ക്ക് ജോയിൻ ചെയ്തവർ കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തോളണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ 1 മിനിറ്റിൽ കൂടുതലെടുത്തു. ഓക്കെ, വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട്. ഇനി നെക്സ്റ്റ് MHCനെ പറ്റിയിട്ടുള്ളതാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇമ്മ്യൂണോളജിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് MHC 1, 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. മാത്സ് ദ ഫോളോയിങ് ആണ്. മാത്സ് ദ ഫോളോയിങ്ങിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ആൻസർ അറിയാമെങ്കിൽ കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യണ രീതിയിൽ വേണം ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത് ഏതാണ് ഇതിൽ കിടക്കുന്നത്, 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. മാത്സ് ദ ഫോളോയിങ് എപ്പോഴും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഇത് നമ്മുടെ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയിൽ വരുന്ന ഏരിയ ആണ്.
ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂറും കൂടി കൂടുതൽ വേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് അധികം ടൈം എടുത്തു. ഇനി അടുത്തത് എടുത്തോ, വായിച്ചോ കേട്ടോ. നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്ന ഏരിയ ആണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്, അതും ശ്രദ്ധിച്ചോളണം. ഓക്കെ, ഒരു മിനിറ്റായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അറിയാമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ വിടുക. ഓക്കെ, നിങ്ങൾ അറിയാത്തത് എഴുതാൻ നിൽക്കരുത് കേട്ടോ. നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഒഴിവാക്കിക്കൊള്ളണം മാക്സിമം. ഓക്കെ, 17 അത്രയും മതിയല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 18 കുറച്ച് വായിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. 18 നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അയ്യോ, സോറി. ആരുടെയോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യുക. Recording in progress. ഓക്കെ, നമ്മൾ 1 മിനിറ്റ് കൂടുതലെടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ളതാണ്. എടുക്കുക. പഠിച്ച ഏരിയയിൽ നിന്ന് മാർക്ക് പോകാതെ നോക്കിക്കോളാം കേട്ടോ നിങ്ങൾ. നമ്മൾ പഠിച്ച ഏരിയ. ഓക്കെ, ഇത് നമ്മൾ 1 മിനിറ്റ് എടുത്തു. ഒക്കെ ഇപ്പോഴും മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലുള്ള ടൈപ്പാണ്. ഇത് നമ്മുടെ സെൽ സൈക്കിൾ. വേഗം വായിച്ചിട്ട് എഴുതുക. ഇതിലൊക്കെ നമുക്ക് ഒരെണ്ണം തന്നെ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും.
ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞോ? 1:10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് മോളിക്കുലർ ബയോളജി ഒക്കെ സിലബസിലുണ്ട്. അപ്പോൾ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, 1 മിനിറ്റിൽ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്തത് എടുക്കാം. അപ്പോൾ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. അടുത്തത് നമ്മുടെ റിപ്പയറിൽ വരുന്നതാണ്. ഓക്കെ, നമ്മളൊരു 50 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് മാറ്റാം. 50 മിനിറ്റ് പോട്ടെ, 50 സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 23 നമ്മുടെ ഓപ്പറോൺ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അധികം ടൈം വേണ്ട. അറിയെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ ഇടുക. ഓക്കെ, 25. അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും 2 അറിയാമെങ്കിൽ തന്നെ നമുക്ക് കോമ്പിനേഷൻ ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനൊരു 40 സെക്കൻഡ് മതിയല്ലോ അല്ലേ?
ഓക്കെ, 25 കഴിഞ്ഞു. അടുത്തത് 26. നമ്മുടെ ഇൻഹിബിറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഇത് നോക്കാം. ഓക്കെ, 27 ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. 28 ഈസിയാണ്. അപ്പോൾ രണ്ടിനും കൂടി ഏകദേശം നമുക്ക് 1 മിനിറ്റ് മതിയാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29. നമ്മുടെ എൻഡോക്രൈനോളജിയിൽ വരുന്നതാണ് ഹോർമോൺസ്. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം MLT ആ ഒരു സെക്ഷനിലും കൂടി വരുന്ന ഇതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ 1 മിനിറ്റിൽ കൂടുതൽ എടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ RDNA ടെക്നോളജിയിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻ കാണാമല്ലോ അല്ലേ? ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. 31 നമ്മുടെ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം അറിയാമെങ്കിൽ ചെയ്യുക.
പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എപ്പോഴും കുറച്ച് ടൈം വേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ കെമിസ്ട്രി, അതുപോലെ തന്നെ മൈക്രോബയോളജി, പിന്നെ നമ്മുടെ ടെക്നിക്സ്, ഈ ഏരിയയിൽ നിന്നൊക്കെ, പിന്നെ അതുപോലെ എൻസൈംസ്. ക്വസ്റ്റ്യൻ കാണാവോ? ക്വസ്റ്റ്യൻ കാണാവോ നിങ്ങക്ക്? ഓക്കെ. ഓക്കെ, കാണാലോ. Assumption of processes that affect accuracy, application, transposition of a numerical critical value, transmitting a report. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. 32, 31, 32. മ്യൂട്ട് ചെയ്യണേ. ആദ്യം ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, മ്യൂട്ട് ചെയ്യ. ആരുടെയോ സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലോ. ഓക്കെ, 31ഉം 32ഉം കഴിഞ്ഞോ? ഒന്നുകൂടെ നോക്കാം, ഇടയ്ക്ക് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33 നോക്കാം. 33ഉം 34ഉം നോക്കാം. അപ്പോൾ രണ്ടിനും കൂടി ഏകദേശം ഒരു മിനിറ്റിന്റെ കൂടുതൽ എടുക്കാം. രണ്ടും കൂടി നമുക്കൊരു 1.5 മിനിറ്റ് ഒക്കെ എടുക്കാം. ടെസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ചിലപ്പോൾ ഇതുപോലെയുള്ള മാത്സ് ഫോളോയിങ് വരും. ചിലപ്പോൾ നമ്മൾ ഓരോ ടെസ്റ്റിലുള്ള റിയേജന്റ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും ഓരോ ക്വസ്റ്റ്യൻസിനും. തേർട്ടി ഫോർ നമ്മുടെ ടെക്നിക്സിൽ വരുന്ന ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 35. ഇതിൽ 3 കോമ്പിനേഷൻ വരുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കേണ്ടി വരും അല്ലേ? 1 മിനിറ്റിൽ കൂടുതൽ വേണ്ടി വരും.
ഓക്കെ, നമ്മൾ കുറച്ച് ടൈം എടുക്കും. ഏതിൻ്റെയെങ്കിലും ഒരെണ്ണത്തിൻ്റെയോ രണ്ടെണ്ണത്തിൻ്റെയോ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക്, അല്ലേ, ഇതിൽ തന്നെയാണെങ്കിൽ നല്ല ഈസി ആയിട്ടുള്ള ചില ആളുകളുണ്ട്, അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരാളെ അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 36. പഠിച്ച ഏരിയയിൽ നിന്ന് മാർക്ക് കളയരുത് കേട്ടോ. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 40% പഠിച്ചിട്ടുണ്ട്. അതായത് ഡിസംബറിൽ ജോയിൻ ചെയ്ത ബാച്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കോട്ടോ. 37. നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക. ഓക്കെ, 37 കഴിഞ്ഞില്ലേ? അവിടെ നിങ്ങൾ ടിക്കൊന്നും ഇടരുത് കേട്ടോ. ആരാ അങ്ങനെ ചെയ്യുന്ന അറിയാം. ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യരുത്. സ്ക്രീനിൽ ക്വസ്റ്റ്യൻ നമ്പർ 38. നിങ്ങളുടെ കയ്യിൽ ഓവർമാർക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഡാർക്കൻ ചെയ്യുക. നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈക്രോബിയൽ ഗ്രോത്തിൽ വരുന്ന ഏരിയയാണ്. ചിലപ്പോൾ ആൽക്കലൈൻ ഫൈൽസ് ചോദിക്കാം, ചിലപ്പോൾ ഹാലോ ഫൈൽസ് ചോദിക്കാം, ഏത് വേണമെങ്കിലും, തെർമോ ഫൈൽസ്, ഏതിനെ പറ്റിയിട്ടെങ്കിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞ്. 38. നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്തിലെ ഏരിയ ആണ്. ചിലപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസും പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു 40-50 സെക്കൻഡ് മതിയല്ലോ അല്ലെ 39 ആൻസർ ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 40 നോക്കാം. മൈക്രോസ്കോപ്പ് ആണ്.
നമുക്ക് ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ അല്ലേ ആൻസർ കിട്ടും ഇതിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 41, അതും നമ്മുടെ മൈക്രോസ്കോപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, 41 മതിയല്ലോ. നമ്മളൊരു 50 സെക്കൻഡ് എടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 42 നമ്മുടെ പ്രാക്ടിക്കൽ മൈക്രോബയോളജി വരുന്നതാണ്, നമ്മുടെ ഇംവിക് ടെസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. അത് പെട്ടെന്ന് എഴുതുക. ഫോർട്ടി ടു 43 കൂടി നിങ്ങൾക്ക് 1 മിനിറ്റ് മതിയല്ലോ അല്ലേ? ഓക്കെ, കഴിഞ്ഞോ? 1 മിനിറ്റിൽ മുമ്പ് തീർന്നിട്ടുണ്ടോ? ഓക്കെ, മതിയല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 44 എടുക്കാം. നമ്മുടെ സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. ആൻസർ എഴുതുക. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ആർക്കിയർ ലിപ്പിഡ്സിനെ പറ്റിയിട്ടുള്ളതാണ്. വേഗം നോക്കാം. നിങ്ങൾ എപ്പോഴും പഠിച്ചതൊക്കെ റീകോൾ ചെയ്യുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. എന്നാലേ പഠിച്ചതെല്ലാം നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും, കൺഫ്യൂഷൻ വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 46.
ഓക്കെ. 47 നമ്മുടെ പാരസൈറ്റോളജിയിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻ 48 നോക്കോട്ടോ ഇനി. മതിയാവുമോ നിങ്ങൾക്ക് ടൈം? ഒരു 40 സെക്കൻഡ് മതിയല്ലോ അല്ലേ? ഓക്കെ. കോമ്പിനേഷൻ അല്ലല്ലോ. കോമ്പിനേഷൻ അല്ലാത്തതിന് കുറച്ച് ടൈം എടുക്കണം. അടുത്തത് നമ്മുടെ 49. ഇത് പാരസൈറ്റോളജി ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൈക്രോബയോളജി ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാർമക്കോളജിയിൽ വരുന്നതാണ്. തേർട്ടി സെക്കൻഡ് മതിയല്ലോ അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 51 ഇൻഫെക്ഷനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ ABCD ആയിട്ട് ഇട്ടേക്ക് കേട്ടോ. 1 2 3 4 എന്നാണ് കിടക്കണം ABCD. ഓക്കെ, അതൊരു 40 സെക്കൻഡ് മതിയല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 52 നമ്മുടെ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിൽ വരുന്ന സെക്ഷനാണ്.
ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പരിചയമുള്ള ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കറക്റ്റ് ആക്കാം. ഓക്കെ, ത്രീ കോളിഫോംസിനെ കുറിച്ചിട്ടുള്ളതാണ്. എപ്പോഴും കോളിഫോംസിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 54 നമ്മുടെ മൈക്രോബിയൽ ജെനറ്റിക്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 55 പെട്ടെന്ന് എടുത്ത് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് എടുത്താൽ മതിയോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 56 കുറച്ചധികം വായിക്കാനുള്ളതാണ്. നമ്മുടെ വൈറസിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, ഒരു മിനിറ്റിൽ കൂടുതൽ എടുത്തു നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ 57 നമ്മുടെ ആന്റിബയോട്ടിക്സിനെ പറ്റിയിട്ടുള്ളതാണ്. പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. നിങ്ങളൊരു 50 സെക്കൻഡ് എടുക്കുക.
ഓക്കെ, 50 സെക്കൻഡ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 56, നമ്മുടെ പാരസൈറ്റോളജി. അതൊരു 40 സെക്കൻഡ് മതിയാവുമല്ലോ അല്ലേ നിങ്ങൾക്ക്? നമുക്ക് ഒത്തിരി ആലോചിച്ചിരിക്കാനുള്ള സമയമില്ല. നമുക്ക് നന്നായിട്ട് പഠിക്കണം. അപ്പൊ അതിന്റെ ആൻസർ എഴുതാൻ പറ്റണം. ആ രീതിയിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ക്വസ്റ്റ്യൻ നമ്പർ 59, ആന്റി ഫംഗൽ ഏജൻസിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 60, അധികം ടൈം വേണമല്ലോ, ഒരു 30 സെക്കൻഡ് മതിയാവും. ക്വസ്റ്റ്യൻ നമ്പർ 61 നോക്കിക്കോളാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാം. അപ്പൊ രണ്ടും കൂടെ നോക്കിക്കോളണം കേട്ടോ. 16, 61. ഓക്കെ, 60, 62 നോക്കിയോ. അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 60, 62, 1 മിനിറ്റ് രണ്ടിനും കൂടി കേട്ടോ. 30 സെക്കൻഡ് വീതം എടുക്കാം. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 64.
ഓക്കെ, ഒരു 55 സെക്കൻഡ് 1 മിനിറ്റ് ഒക്കെ മതിയാവും. ഓക്കെ, അടുത്തത് 65 പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു 30 സെക്കൻഡ് മതിയാവും. ഓക്കെ, 66 നമ്മുടെ വെക്ടേഴ്സ് ആണ് RDN ടെക്നോളജി. അതും പെട്ടെന്ന് എഴുതാൻ പറ്റും, ഒരു 40 സെക്കൻഡ്. ഓക്കെ, 40 സെക്കൻഡ് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഒരു 30 സെക്കൻഡ്. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 68 നോക്കുക, വാക്സിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, 1 മിനിറ്റിൽ കൂടുതലെടുത്തു, വായിച്ചെടുക്കണമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. 69 വാക്സിൻ തന്നെയാണ്. വാക്സിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 70 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു 30 സെക്കൻഡ് മതിയാവും. 71. അപ്പോൾ രണ്ടും കൂടി നമുക്ക് 1 മിനിറ്റിൽ എഴുതാം, അല്ലെങ്കിൽ അത്രയും പോലും വേണ്ട അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 70 and 71.
ഓക്കെ, മതിയാവുമല്ലോ രണ്ടിനും കൂടി ടൈമാ. ക്വസ്റ്റ്യൻ നമ്പർ 72. 72നും 73ക്കും 1 മിനിറ്റ് ഉള്ളൂ. സെവൻറ്റി ടൂവും 73യും കൂടെ എഴുതുക. 1 മിനിറ്റ് മതിയാവും. 1 മിനിറ്റ് ചിലപ്പോൾ വേണ്ട, ഒരു 40 സെക്കൻഡ് മതിയാവും രണ്ടിനും കൂടി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 74. ഇതും ഒരു 40 സെക്കൻഡ് മതിയാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 75. നമുക്ക് ഏകദേശം 9 മണിയാകുമ്പോൾ കഴിയുവാണെങ്കിൽ കറക്റ്റ് ടൈമായി. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ബാക്കിയും കൂടെ ടൈം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മള് പാത്തോളജിയിട്ടാണ് കടന്നേക്കുന്നത് കേട്ടോ. ആ ഓർഡറിൽ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അടുത്തത് 76. അവിടെ ആരോ ചെറുപ്പം ഹൈപ്പോക്രോമിക് അനീമിയ മൈക്രോസോഫ്റ്റ്. ആൻസർ പറയരുത് കേട്ടോ, എഴുതിക്കോള് അവിടെ ഇരുന്ന്. ആരുടെയൊക്കെയോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലോ. നിങ്ങളെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട്, ആരുടെയെങ്കിലും മ്യൂട്ട് അല്ലെങ്കിലേ വായിക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. മ്യൂട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണമൊക്കെ അറിയാമെങ്കിൽ ആൻസർ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരെണ്ണം അറിഞ്ഞാൽ തന്നെ ആൻസർ ചെയ്യണം. നമുക്ക് ഏതാ അറിയുന്നതനുസരിച്ചിരിക്കും അല്ലെ, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഭാഗ്യം അല്ലെ, നോക്കേണ്ട ആവശ്യമില്ല, മാർക്ക് കിട്ടും. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. സെവൻറ്റി 50 സെക്കൻഡ് എടുക്കാം. ഓക്കെ, 40 സെക്കൻഡ് മതിയാവുമോ നിങ്ങൾക്ക്? പെട്ടെന്ന് ഒത്തിരി ബുദ്ധിമുട്ടില്ലല്ലോ അത്.
അടുത്തത് നോക്കാം. 78 നോക്കിയോ. 78ഉം ഒരു 40 സെക്കൻഡ് മതിയാവും. ഈസി അല്ലേ? ഓക്കെ. 79. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും എടുത്ത് എഴുതുമ്പോഴുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ അത് നോക്കിക്കോളും. വൺ മിനിറ്റ് എടുക്കാം അല്ലേ ഈ ക്വസ്റ്റ്യന്. ഓക്കെ. 80. ഓക്കെ, മതിയാവല്ലോ. 55 സെക്കൻഡ് എടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 81. ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കേട്ടോ. ഓക്കെ, 40 സെക്കൻഡ് മതിയാവുമല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. 1 മിനിറ്റ് എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 83. 1 മിനിറ്റ് എടുക്കാം.
ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 84. ഈസിയാണ്, 40 സെക്കൻഡ് മതിയാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 85. ഇതൊക്കെ ജനറ്റിക് ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 86. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 87. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമ്മുടെ ടൈം പോകും. അതായത് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, 2 ഇൻകറക്റ്റ് അല്ലേ, അങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി കൺഫ്യൂഷനാണ്. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 88.
ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. 89 ഈസിയാണ്, 40 സെക്കൻഡ് എടുത്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 90. ഒരു 50 സെക്കൻഡ് മതിയാവും അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 91. പെട്ടെന്ന് എഴുതാൻ പറ്റുമല്ലോ, 40 സെക്കൻഡ് മതിയാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 92. ഇതും 40 സെക്കൻഡ് മതിയാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 93. ടെസ്റ്റുകളെല്ലാം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും, അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചോളണം. എന്താണ് അതിൽ നടക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം പഠിക്കണം.
ഓക്കെ 94. 94ഉം പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഒരു 50 സെക്കൻഡ് എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 95. ഒരു 30 സെക്കൻഡ് മതിയല്ലോ. 95. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 96. ഒരു 20 സെക്കൻഡ് മതിയാവും അല്ലേ? ടെൻ സെക്കൻഡ് മതിയാവും അല്ലേ ചിലപ്പോ 96ന്. ഡാർക്കൺ ചെയ്യുന്ന ടൈമും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 97. 30 സെക്കൻഡ് മതിയാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 98. 30 സെക്കൻഡ് മതിയാവും അല്ലേ? മൂന്നിനും 30 സെക്കൻഡ്. അപ്പോൾ ഒരു 1.5 മിനിറ്റ് മതിയാവും ഈ 3 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ. ഓക്കെ, കഴിഞ്ഞല്ലോ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? എത്ര മാർക്ക് കിട്ടും? ഏതൊക്കെ ശരിയാവും? നമുക്ക് ആൻസർ പിന്നൊരു ദിവസം ഷെയർ ചെയ്യാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. അഖിലക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിനേഷൻ? അഖില CM. ഇല്ല, കേൾക്കുന്നില്ല. അമ്പിളി എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു?
കേക്കാവോ? ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നമ്മൾ പഠിക്കണം. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കോർ ചെയ്യാം. പഠിച്ചാൽ അത്യാവശ്യം സ്കോർ ചെയ്യാം. ഓക്കെ, കുറച്ച് ടഫായിരുന്നു. നമുക്ക് MSc ലെവൽ എക്സാമിനേഷനാണ്, ഇത് ടഫായിരിക്കും. 100% ഉറപ്പാണ് ടഫായിരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ കഴിഞ്ഞ് FSO വരെ സ്റ്റേറ്റ്മെന്റ് ലെവലായിരുന്നു. അപ്പൊ പിന്നെ MSc എക്സാമിനേഷൻ, പിന്നെ പ്രത്യേകിച്ചും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ലെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ എപ്പോഴും സാധാരണ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷനും ടോപ്പ് സ്കോർ ചെയ്യുന്നത് 60-65ഒക്കെയാണ്. അതിൽ കൂടുതൽ പോകാറില്ല. അപ്പോൾ അതിന് കാരണം എന്താ? അത് ടഫ് ആയതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ മതി എല്ലാവരും കേട്ടോ. എന്നാ ഓക്കെ, എന്നാ ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ ആൻസർ അടുത്ത ദിവസം നമുക്ക് യൂട്യൂബിൽ ഷെയർ ചെയ്യാം കേട്ടോ. എന്നാ ഓക്കെ, എന്നാ ബൈ.